എല്ലാവർക്കും ഫിസിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, +2 ചാപ്റ്റർ 2 ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന അതിലെ ഒരു ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കണ്ട് നൽകിയ സപ്പോർട്ട് ഈ വീഡിയോയിലും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കടക്കാം. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ചിലർ അഭിപ്രായം പറഞ്ഞായിരുന്നു, വീഡിയോയുടെ ലെങ്ത് കുറച്ച് എഴുതിയാൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രമാണിച്ച് നമ്മൾ ഇന്ന് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാർട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു സെക്ഷനായിട്ട്, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതും വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ് എന്നും അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുമാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ സെക്ഷൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 കാര്യത്തിനെ പറ്റിയിട്ട് നല്ല ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് എന്നും അതിന്റെ പ്രോപ്പർട്ടീസ് എന്നും, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്താണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറയുന്നത്. ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ഹാസ് സെയിം വാല്യൂ അറ്റ് ഓൾ പോയിന്റ്സ്. അപ്പോൾ ഈ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു മുന്നേ ക്ലാസ്സിൽ. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമുക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കാണ് എന്ത്, ഇക്വി പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മൾ തന്നിരിക്കുന്ന ഒരു സർഫേസ് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്, എപ്പോഴാണ് അവിടെ എല്ലാ പോയിന്റ്സിലും ആ ഒരു സർഫേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ. ഇനി അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞിരിക്കണം. അപ്പം ഒരു സ്പെറിക്കൽ ഷെല്ല്, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർഫേസിൽ എന്തായിരിക്കും, അത് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് ആയിരിക്കും. അപ്പോൾ ചാർജ് ചെയ്തൊരു സ്പെറിക്കൽ ഷെല്ലാണ് നമ്മുടെ ഇക്വി പൊട്ടൻഷ്യൽ സർഫേസിന് എക്സാമ്പിൾ. അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് കണ്ടാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്, അവിടെ എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം വാല്യൂ ആയിരിക്കും. അടുത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇക്വി പൊട്ടൻഷ്യലിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഇൻ ആൻ ഇക്വി പൊട്ടൻഷ്യൽ വിൽ ബി 0. അപ്പോ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ 2 പോയിന്റ്സിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എന്താണ് അതെന്താണ്, സെയിം ആയിരിക്കത്തില്ലേ, പൊട്ടൻഷ്യൽ സെയിം ആണ് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസിൽ 2 പോയിന്റ് കൺസിഡർ ചെയ്താൽ അതിന്റെ എന്തായിരിക്കും, അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഡിഫറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ കുറച്ച് മുമ്പ് ഡെഫിനിഷനിലും കണ്ടത്. എല്ലാ പോയിന്റ്സിലും സെയിം എന്തായിരിക്കും, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. അപ്പോ അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നോ വർക്ക് ഹാസ് ബീൻ ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ത്രൂ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ്. അപ്പോ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് ആണ് നമ്മൾ എടുക്കുന്ന സർഫേസ് എങ്കിൽ ആ സർഫസിലൂടെ ഒരു ചാർജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, അവിടെ വർക്ക് ഒന്നും വേണ്ട. സാധാ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമുക്ക് ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന എന്താണ്, വർക്കാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇക്വി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സർഫേസ് ആണെങ്കിൽ
നമുക്ക് എന്ത് വേണ്ടാന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 2 പറയുന്നത്? വർക്ക് ഒന്നും വേണ്ട. മൂവ് ചെയ്യിക്കാൻ അതിന് അകത്തുനിന്ന് നമ്മൾ ഒരു ചാർജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനായിട്ട് വർക്ക് ഒന്നും ചെയ്യണ്ട എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 2 പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ലൈൻസ് ആർ ഓൾവേസ് നോർമൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നോർമൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അപ്പോ ഇലക്ട്രിക് ലൈൻസിന്റെ പ്രത്യേകത എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലുള്ള ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സർഫസിന് നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി പ്രോപ്പർട്ടി നമ്പർ 4 എന്താ പറയുന്നേ? Two equipotential surface will never intersected. അപ്പോ നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞു ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇന്റർസെക്റ്റഡ്. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പോ നമ്മൾ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ എല്ലാ പോയിന്റ്സിലും നമുക്ക് എന്തായിരിക്കും? ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഒരു സർഫസ്, ഒരു സ്പെറിക്കൽ ഷെല്ല് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എന്തായിരിക്കും? എക്സാമ്പിൾ ആയിരിക്കും. ഇനി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു തന്നിരിക്കുന്ന ഒരു സർഫസിൽ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ അതിന് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് ഒരു ചാർജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? വർക്ക് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ പോയിന്റ്, ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലായ്പ്പോഴും സർഫസിന് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിരിക്കും അഥവാ പെർപെൻഡിക്കുലർ ആയിരിക്കും. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇന്റർസെക്റ്റഡ്. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പോ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാംസിനൊക്കെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് കടക്കാം. ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു 0. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി at the surface of charged conductors, electrostatic field is normal to surface of every point. അപ്പോ നമ്മൾ നേരത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞതുപോലെ അവിടെ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ലൈൻസ് നോർമൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? സർഫസ് എന്താണ്? ചാർജ്ഡ് കണ്ടക്ടേഴ്സിന്റെ സർഫസിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നോർമൽ ടു ദ സർഫസ് ഓഫ് എവറി പോയിന്റ്സ് ആണ്. മറ്റതിന്റെ സെയിം ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇവിടെയും സെക്കൻഡ് പ്രോപ്പർട്ടീസിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇന്റീരിയർ ഓഫ് ദി ചാർജ് കണ്ടക്ടേഴ്സ് ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ് ഇൻ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചാർജ് ചെയ്ത കണ്ടക്ടേഴ്സിന്റെ അകത്ത് ഒരിക്കലും എക്സസ് ആയിട്ടുള്ള ചാർജസ് കാണത്തില്ല. അപ്പോ ഇന്റീരിയർ ഓഫ് എ ചാർജ് കണ്ടക്ടേഴ്സ് ക്യാൻ ഹാവ് no excess charge in static situation. സ്റ്റാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എക്സസ് ആയിട്ടുള്ള ചാർജ് ഒരിക്കലും സ്റ്റാറ്റിക് കണ്ടക്ടേഴ്സിൽ കാണാറില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് കണ്ടക്ടർ ആൻഡ് ഹാസ് ദ സെയിം വാല്യൂ ആസ് ദാറ്റ് ഓൺ ദി സർഫസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു കണ്ടക്ടേഴ്സിന്റെ വോളിയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏകദേശം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടർ എന്ന് പറയുന്നതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നതിന്റെയും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയിട്ട് തോന്നാം. ആൻഡ് ഹാസ്
the same value as that of the surface. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റും ആണ് ആൻഡ് എന്താണ് സെയിം വാല്യൂ ആയിരിക്കും ആ സർഫസിലെല്ലാം ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അടുത്ത ഫിഫ്ത് പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടർ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജ് കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. എപ്സിലോൺ സീറോന്റെ വാല്യൂ നമുക്കറിയാം. എപ്സിലോൺ സീറോ എന്ന് വെച്ചാൽ എന്താ? ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. equal to 8.85 into 10⁻⁻12 ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് മെറ്റൽ ക്യാവിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജ് മെറ്റൽ ക്യാവിറ്റിയുടെ അകത്ത് ആണെങ്കിൽ അതെന്തായിരിക്കും? വാനിഷ് ആയിട്ട് പോകും, ഒരിക്കലും അകത്തോട്ട് കണ്ടക്ട് ചെയ്യത്തില്ല. വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ് മെറ്റൽ ക്യാവിറ്റി ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിന്റെ വളരെയധികം എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കാറിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇടിയും മിന്നലും വരുമ്പം കാറിനകത്ത് തന്നെ ഇരിക്കുന്നത് സേഫ് ആണെന്ന് എപ്പോഴും പറയും. അതെന്ന് പറയുന്നത് ആ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അവിടെ എന്തായിരിക്കും? അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, ഔട്ട്സൈഡ് ഡിപ്ലീറ്റ് ചെയ്തങ്ങ് പൊക്കോളും. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻസൈഡ് കണ്ടക്ടർ സീറോ ആയിരിക്കും. At the surface of charged conductors, electrostatic field is normal to surface of every point ആയിരിക്കും. Interior of charged conductors have no excess charge in static situation. അടുത്തത് electric potential is constant throughout the volume of conductor and has the same value as that on the surface. Electric field at the surface of a charged conductor is sigma by epsilon zero. Electrostatic shielding. Vanishing of electric field inside a charged metal cavity is called the acute electrostatic field. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് രണ്ട് ടോപ്പിക്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്തതിന് പ്രകാരമാണ് നമ്മൾ 2 ടോപ്പിക്സ് മാത്രം ഒരു ദിവസം ആക്കിയത്. അപ്പോൾ ഇന്ന് എടുത്ത എന്താണ് 2 ടോപ്പിക്സും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇത് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.